ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സീവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഷനാണ്. എന്താണ് സീവർ എന്ന് പറഞ്ഞാൽ നമ്മളെ സീവേജ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പൈപ്പാണ് സീവർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സീവറിൻ്റെ കുറച്ച് ടൈപ്സുകൾ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സീവേജ്, ഏത് സീവേജ് ആണോ വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് മൂന്നെണ്ണാക്കിയിട്ടുണ്ട്, അല്ലേ? സാനിറ്ററി സീവർ, സ്റ്റോം സീവർ, കമ്പൈൻഡ് സീവർ എന്ന് പറയുന്നത്. അപ്പോൾ സാനിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഈ ഡൊമസ്റ്റിക് സീവേജ് ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വരുന്ന സാനിറ്ററി സീവേജ് എന്ന് പറയുന്നത് അല്ല, അതിൽ ആ ഡൊമസ്റ്റിക് സീവേജിൽ നിന്ന് ക്യാരി ചെയ്യുന്ന ആ ഒരു സീവറാണ്, സീവേജ് കളക്ട് ചെയ്യുന്ന ആ ഒരു സീവറാണ് സാനിറ്ററി സീവർ. സ്റ്റോം സീവർ എന്ന് പറയുമ്പോഴോ ആ സീവറിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സ്റ്റോം വാട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? വരുന്നപ്പം മഴവെള്ളമാണെങ്കിൽ മഴവെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു സ്റ്റോം സീവറിൽ. ആ ഒരു സീവർ അത് മാത്രമേ ക്യാരി ചെയ്യുള്ളൂ. പിന്നെ ഉള്ളതാണ് കമ്പൈൻഡ് സീവർ. കമ്പൈൻഡ് പറയുമ്പോൾ എന്തായിരിക്കും? ഈ സാനിറ്ററി സീവറും സ്റ്റോം സീവറിലും വരുന്ന രണ്ടെണ്ണം, ആ രണ്ട് സീവേജസുകളും എന്ത് കമ്പൈൻഡ് സീവർ ക്യാരി ചെയ്യും. സോ ഇതാണ് നമുക്ക് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ജസ്റ്റ് ഒരു പിക്ചറാണ് ഈ എന്തിൻ്റെ സാനിറ്ററി സീവേജിൻ്റെയും അതേപോലെ സ്റ്റോം വാട്ടർ സീവേജ്, ഒരു വീട്ടിൽ നിന്ന് ക്യാരി ചെയ്യുന്ന 2 പൈപ്സിൻ്റെ 2 ഫിഗേഴ്സാണ് ഇവിടെ കൊടുത്തത്. സോ അടുത്തതാണ് നമുക്ക് ലേഔട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് അടുത്തത് പറയുന്നത്. സോ ഫസ്റ്റ് ഈസ് ഹൗസ് സീവർ. ഓക്കെ, അപ്പം ഹൗസ് സീവർ ജസ്റ്റ് ഞാൻ ഏതൊക്കെയാണെന്ന് വായിച്ചുതരാം. ഹൗസ് സീവർ ഓർ ലാറ്ററൽ ഓർ ബ്രാഞ്ച് സീവർ, സബ് മെയിൻ സീവർ എന്നും പറയും. പിന്നെ മെയിൻ സീവർ ഓർ ട്രങ്ക് സീവർ, പിന്നെ ഔട്ട്ഫോൾ സീവർ, ഇൻ്റർസെപ്റ്റിംഗ് സീവർ, റിലീഫ് സീവർ, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഓവർഫ്ലോ സീവർ, ആൻഡ് നെക്സ്റ്റ് ഇസ് ഡിപ്രസ്ഡ് സീവർ, സാഗ് പൈപ്പ്, ഇൻവേർട്ടഡ് സൈഫൺ സീവർ എന്നൊക്കെ പറയും. ഓക്കെ, സോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഫസ്റ്റ് ഹൗസ് സീവർ ജസ്റ്റ് ഒരു കഥ പോലെ നോക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സീവേജ് ഉണ്ടല്ലോ, അതാണ് ഹൗസ് സീവർ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ വീടുകൾ ഉണ്ടാവല്ലോ, അതിൽ നിന്നൊക്കെ വരുമല്ലോ. ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന സീവേജാണ് എന്ത്, ബ്രാഞ്ച് സീവർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഹൗസ് സീവറിൽ നിന്ന് വരുന്നതൊക്കെ എടുക്കുന്ന ആരാണ്? ബ്രാഞ്ച് സീവർ ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. അങ്ങനെ അടുത്തതാണ് മെയിൻ സീവർ. ഇപ്പം ഈ ഒരു സൈഡിലുള്ള വീടിൻ്റെ പറഞ്ഞു, ഇനി ഈ ഒരു സൈഡിലും ഉണ്ട് വിചാരിച്ചോ. അപ്പോൾ ഇതൊരു ബ്രാഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതും ഒരു ബ്രാഞ്ച് സീവർ കേട്ടോ. സീവർ ആണെങ്കിൽ ഇതും ഒരു ബ്രാഞ്ച് സീവർ ആണെങ്കിൽ ഈ 2 ബ്രാഞ്ച് സീവറിനെയും കൂടിയും കണക്ട് ചെയ്തിട്ടുള്ള സീവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ സീവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും? ട്രങ്ക് സീവർ എന്നും പറയും. ഓക്കെ, പിന്നെ വരുന്നതാണ് ഔട്ട്ഫോൾ സീവർ എന്ന് പറയുന്നത്. ഔട്ട്ഫോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മെയിനിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു മെയിനിന്ന് പോകുന്ന വരുന്നത് കണക്ട് ചെയ്തിട്ട് വരുന്ന ഏറ്റവും വലിയൊരു സീവറാണെന്ത്? ഔട്ട്ഫോൾ സീവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കളക്റ്റിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും എന്താണ് ലോവർ എൻഡ് എന്ന് പറയുന്നതും ഈ ഒരു ഔട്ട്ഫോൾ സീവറാണ്. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്യും? ആ സീവർ എവിടേക്കാണ് പിന്നെ അവസാനിക്കുന്നത്, എൻഡ് ചെയ്യുന്നത്? ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്കിട്ടായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഏറ്റവും വലിയ സീവറും അത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഹൗസ് സീവർ എടുക്കുകയാണെങ്കിൽ ഹൗസ് സീവറിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 സെൻറ്റിമീറ്ററാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സീവേജ് സിസ്റ്റം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സീവറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസ് സീവറിലാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഓർത്തേക്കേണ്ടത് ഇതിൽ ഔട്ട്ഫോൾ സീവറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 മീറ്ററാണ്. കാരണം ഇത്രയും സീവേജ് വാട്ടർ നമ്മൾ വാട്ടർ മാത്രമല്ല സീവേജ് ക്യാരി ചെയ്യുന്നുണ്ട്. ലാസ്റ്റിലേക്ക് വരുന്നതാണ് ഈ ഒരു ഔട്ട്ഫോൾ. അത് കുറച്ചും കൂടി വലുതായിരിക്കേണ്ടത്. അതുകൊണ്ട് 3 മീറ്ററാണ് ഡയമീറ്റർ വരുന്നത്. പിന്നെ ഉള്ളതാണ് റിലീഫ് സീവർ ഓർ ഓവർഫ്ലോ സീവർ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കമ്പൈൻഡ് സീവർ ഉണ്ടെങ്കിൽ ഈ കമ്പൈൻഡ് സീവറിൽ നിന്ന് എക്സസ് ആയിട്ട് വരുന്ന സ്റ്റോം വാട്ടേഴ്സ് ഉണ്ടല്ലോ, അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലീഫ് സീവർ വന്നിരിക്കുന്നത്. പിന്നുള്ളതാണ് ഡിപ്രസ്ഡ് സീവർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഫിഗറിലൂടെ കാണിക്കുകയാണെങ്കിൽ സോ നമുക്ക് ഇങ്ങനൊരു ഏരിയ എന്ന് വിചാരിച്ചോളൂ.
ഇങ്ങനെ ഒരു ഏരിയ, ഇവിടെ ഒരു ഡിപ്രഷൻ, ഇത് നമ്മൾ ഗ്രൗണ്ട് ലെവലാണ് കേട്ടോ, ഒരു ഡിപ്രഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡിപ്രഷൻ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ താഴത്ത് കൂടി ഒരു പൈപ്പ് ലൈൻ എപ്പോഴും താഴത്ത് കൂടി ആയിരിക്കുമല്ലോ ഈ ഒരു സീവർ പോവുക. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഡിപ്രഷൻ ഉള്ളത് കൊണ്ട് ഈ സീവറിന് ഇങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല. സീവറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സീവർ നമ്മൾ ലേ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ചെറിയൊരു സ്ലോപ്പിലായിരിക്കും നമ്മൾ ലേ ചെയ്യുക. സോ ഇങ്ങനെ പോകാൻ നമുക്ക് പറ്റില്ല. നമ്മളെന്ത് ചെയ്യും, ഈ ഒരു പൈപ്പിനും അതിനനുസരിച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്യും അല്ലേ? ഇങ്ങനെയായിട്ട് ഡിസൈൻ ചെയ്യും. എന്നുവെച്ചാൽ ഇതാണ് നമ്മൾ സീവർ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, മേ ബി ഒരു പോണ്ടായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സീവറാണ് നമ്മൾ പറയുന്നത്, ഡിപ്രസ്ഡ് സീവർ എന്ന് പറയുന്നത്. അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉള്ളത് കൊണ്ട് ഓക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സീവർ. സോ അതിൻ്റെ ലേ ഔട്ട് നമുക്കൊരു ഫിഗറിലായിട്ട് കാണിച്ചതാണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു ഹൗസ് സീവറേജ് ഹൗസ് എന്ന് എടുത്തിട്ടുള്ളതാണ് അവിടെ ഉള്ളത്. അത് എന്നിട്ട് എവിടേക്ക് പോവും, ബ്രാഞ്ച് സീവർ കളക്ട് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ മെയിൻ സീവർ, പിന്നെന്താ ടു ഔട്ട്ഫോൾ സീവർ. ഇതാണ് നമ്മൾ റിലീഫ് സീവർ ആയിരുന്നു കേട്ടോ നേരത്തെ കണ്ട. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് സീവർ ഞാൻ ഫിഗറിൽ വരച്ചത്. ഓക്കെ, നെക്സ്റ്റ് ആണ് അക്കോർഡിംഗ് ടു ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സർക്കുലർ സീവറും നോൺ സർക്കുലർ സീവറും. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സർക്കുലർ സീവർ എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് സീവേജ് സിസ്റ്റം, നമുക്ക് 2 സീവേജ് സിസ്റ്റം 3 എണ്ണം ഉണ്ട്, സെപ്പറേറ്റും കമ്പൈൻഡും പിന്നെ പാർഷ്യലി സെപ്പറേറ്റ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ നമുക്ക് ഈ ഒരു സർക്കുലർ എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് സിസ്റ്റത്തിലേക്ക് പോകും. ഓക്കെ, ആ ഒരു ഇതിലാണ് നമ്മൾ സർക്കുലർ സീവർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ എ ഡയമീറ്റേഴ്സ് അപ് ടു 1.5. അപ്പോൾ സർക്കുലർ എന്ന് പറയുമ്പം എന്തായിരുന്നു ഇപ്പോൾ പറഞ്ഞത്, നമ്മൾ സെപ്പറേറ്റ് സീവേജ് സിസ്റ്റത്തിലാണ് വരുന്നത്, അതിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സർക്കുലർ സീവർ. ദെൻ നെക്സ്റ്റ് വരുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളെ സീവറിൻ്റെ ഡയമീറ്റർ 1.5 മീറ്റർ വരെ വരുമ്പോൾ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് ഈസ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനാണ്. ഓക്കെ, ആൻഡ് അതിനെന്താ വെച്ചാൽ മോസ്റ്റ് ഹൈഡ്രോളിക്കലി എഫിഷ്യൻറ്റും കൂടിയാണ്. സോ ദാറ്റ്സ് അബൌട്ട് സർക്കുലർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതായിരുന്നു നോൺ സർക്കുലർ സീവർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എക്സ് ഷേപ്ഡ് സീവർ വരുന്നുണ്ട്, എഗ് ഷേപ്ഡ് സീവർ വരുന്നുണ്ട്, ആൻഡ് ബോക്സ് ഓർ റെക്ടാങ്കുലർ സീവർ, സെമി എലിപ്റ്റിക്കൽ സീവർ, ഹോസ് ഷൂ സീവർ ആൻഡ് ബാസ്ക്കറ്റ് ഹാൻഡിൽ സീവർ എന്ന് പറയുന്നത്. സോ എക്സ് ഷേപ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് സർക്കുലറിനെ പറ്റി പറഞ്ഞു. ഇനി നോൺ സർക്കുലറിൽ വരുന്ന എക്സ് ഷേപ്ഡ് എന്ന് പറയുമ്പം, അപ്പോൾ സർക്കുലറിൽ എന്താ പറഞ്ഞത്, സെപ്പറേറ്റ് സീവേജ് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്ന സീവറാണ്. ഇതൊക്കെ സർക്കുലർ സീവർ കേട്ടോ, എക്സ് ഷേപ്ഡ് സീവർ. ഇതെവിടെയായിരിക്കും യൂസ് ചെയ്യുക, അപ്പം കമ്പൈൻഡ് സീവറിലായിരിക്കും നമ്മൾ ഇത് യൂസ് സീവേജ് സിസ്റ്റത്തിലായിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എഗ്ഗ് നമുക്കിനി ബാക്കി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, എഗ്ഗ് ഷേപ്ഡ് സീവർ. അപ്പം എഗ്ഗ് ഷേപ്ഡ് സീവർ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇതിന് വരുന്നത് കുറച്ച് പോയിൻറ്റ്സുകൾ പഠിച്ചാൽ മതി. എഗ് ഷേപ്ഡ് സീവർ മീൻസ് ഇറ്റ് ഈസ് മോസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ഷേപ്ഡ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തിലാണ് ഇത് സ്യൂട്ടബിൾ ഫോർ കമ്പൈൻഡ് സീവേജ് സിസ്റ്റം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് ബോക്സ് ഓർ റെക്റ്റാങ്കുലാർ ഷേപ്പ് ആയിരിക്കും അല്ലേ. അപ്പം റെക്റ്റാങ്കുലാർ സീവർ, ഈ റെക്റ്റാങ്കുലാർ സീവർ എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്ഫോൾ സീവർ പഠിച്ചില്ലേ, ആ ഒരു സീവറിനൊക്കെ ഈ റെക്റ്റാങ്കിൾ ഷേപ്പായിരിക്കും കൊടുക്കുന്നത്. അപ്പം ഈ ഔട്ട്ഫോൾ സീവറിന് ഈ ഒരു ഷേപ്പുള്ള സീവറായിരിക്കും കൊടുക്കുക. ആൻഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ എ ലാർജ് സൈസ് സ്റ്റോം സീവർ. അതേപോലെ തന്നെ ലാർജ് സൈസ്
സ്റ്റോം സീവർ. അപ്പോൾ സ്റ്റോം സീവർ വരുമ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ഒരു റെക്റ്റാങ്കുലർ സീവറാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സെമി എലിപ്റ്റിക്കൽ സീവർ എന്ന് പറയുന്നത്. സെമി എലിപ്റ്റിക്കൽ സീവർ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് സോഫ്റ്റ് സോയിൽസിനാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓർത്ത് വെക്കേണ്ടതാണ്, നമ്മളുടെ സീവറിൻ്റെ ഡയമീറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ, ഡി മീൻസ് ഡയമീറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ 1.8 മീറ്റർ ആകുമ്പോഴും നമ്മൾ ഈ ഒരു സെമി എലിപ്റ്റിക്കൽ സീവർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഹോസ് ഷൂ സീവർ. ഹോസ് ഷൂ, അപ്പോൾ ആ ഒരു സീവറിന് എന്തായിരിക്കും ഷേപ്പ്? ഹോസ് ഷൂവിൻ്റെ ഷേപ്പ് തന്നെയായിരിക്കും വരുന്നത്. ആൻഡ് ഇത് നമ്മൾ ടണൽസിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സീവറിൻ്റെ ഹൈറ്റ് വിഡ്ത്തിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ളതാണ് നമ്മൾ ബാസ്ക്കറ്റ്, ലാസ്റ്റ് ഉള്ളത് അല്ലേ. ഓക്കെ, ബാസ്ക്കറ്റ് ഹാൻഡിൽ സീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഓൾഡ് സീവറാണ്. പഴയ കാലത്ത് നമ്മൾ ഈ ഒരു സീവറായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു സീവർ എന്ന് പറയുന്നത് ഇപ്പോൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടണൽസിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മുകളിൽ പറഞ്ഞ പോയിന്റ് അതിൻ്റെ ഹൈറ്റ് എന്താ? ബ്രെഡ്ത്തിനേക്കാളും കൂടുതലും ആയിരിക്കും വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഔട്ട്ഫോൾ സീവർ. അതേപോലെ തന്നെ മെയിൻ സീവറിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഔട്ട്ഫോൾ സീവറിലും ആൻഡ് മെയിൻ സീവറിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. സോ ഇത്രയാണ് നമുക്ക് എന്തിൽ വരുന്നത്? നമ്മളെ ഷേപ്പിൽ വരുന്നത്. ഓക്കെ, സോ നമുക്കിനി കുറച്ച് ഫിഗേഴ്സ് നോക്കാം. ഇതാണ് സർക്കുലർ സീവർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതായിരുന്നു നമ്മൾ എഗ് ഷേപ്ഡ് സീവർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് റെക്ടാങ്കുലർ സീവർ, ഔട്ട്ഫോൾ സീവറിലൊക്കെ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഹോസ് ഷൂ സീവറാണ്. ടണലിലൊക്കെ നമ്മൾ കൂടുതലും ഈ ഒരു സീവറാണ് പ്രിഫർ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ബാസ്ക്കറ്റ് ഹാൻഡിൽ സീവർ. ഇതോടുകൂടി നമ്മൾ സീവറിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.